പാതി അടഞ്ഞു തുടങ്ങിയ കണ്ണുകളെ ഒന്നുകൂടി വലിച്ചു തുറന്നവൾ ഭിത്തിയിലേക്ക് ചാരിയിരിക്കുമ്പോൾ തൻ്റെ മുലക്കണ്ണിൽ നിന്നും ജീവരക്തം വലിച്ചു കുടിക്കുന്ന കുഞ്ഞിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. സമയം 1:30 കഴിഞ്ഞിട്ടുണ്ട്. മുൻപിലെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ക്ലോക്കിലെ സമയത്തിനനുസരിച്ച് തൻ്റെ സമയം തെറ്റിത്തുടങ്ങിയിട്ട് ഇന്ന് 4 മാസമായിരിക്കുന്നു. സമയം തെറ്റിയത് തനിക്ക് മാത്രമായതുകൊണ്ട് മൂടിപ്പുത്തിച്ച് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ ഒന്ന് നോക്കി. ഉറങ്ങിക്കോട്ടെ. പകൽ മുഴുവൻ ഓഫീസിലെ ജോലി തിരക്ക് കൊണ്ട് ക്ഷീണിതനായി ഉറങ്ങുന്ന പുരുഷനെ കുറ്റപ്പെടുത്താൻ സ്ത്രീക്ക് അധികാരവും അവകാശവുമില്ലല്ലോ. പക്ഷെ പകലേത് രാത്രി ഏത് എന്നറിയാതെയുള്ള ഈ യാത്രയിൽ ഒരു ദിവസം പോലും കുഞ്ഞിനെ കയ്യിൽ വാങ്ങി ഒന്നുറങ്ങൂ നീ എന്ന് പറയാൻ ആരുമില്ല. അല്ലെങ്കിലും അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരമ്മയുടെ കടമയല്ലേ അത്. കുഞ്ഞിനു വേണ്ടി രാവിലെ പകലാക്കി അവൾ നീറുമ്പോൾ അവളുടെ ശരീരത്തിന് വരുന്ന ക്ഷീണം പോലും ഒരു വാക്കിലൊതുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അമ്മയായാൽ ഇങ്ങനെയാണ്, അതൊക്കെ സഹിക്കണം. അതെ, അതെല്ലാം സഹിക്കാൻ തയ്യാറാണ് ഞങ്ങൾ. പക്ഷെ ഒരു നോട്ടം കൊണ്ടെങ്കിലും നിനക്ക് വയ്യെങ്കിൽ കുറച്ചു നേരമെങ്കിലും കിടന്നുകൂടെ എന്നൊരു വാക്ക്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തനിക്ക് മുൻപിൽ തടസ്സമായി നിൽക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ നേരിയ പുച്ഛം നിറഞ്ഞു. മുലയിൽ അമക്കി പിടിച്ച കുഞ്ഞിളം വായുടെ ചലനം നിന്നവൾ ഉറക്കത്തിലേക്ക് പോകുമ്പോൾ കണ്ണുകൾ വീണ്ടും സമയം തെറ്റാത്ത ക്ലോക്കിലേക്ക് നീണ്ടു. രാവ് വെളുക്കാൻ ഇനി അധികം സമയമില്ല. 2:30 കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞിൻ്റെ നെറുകയിൽ പതിയെ ചുണ്ടുകൾ ചേർക്കുമ്പോൾ ആ ക്ഷീണം മറന്നുപോയിരുന്നു അവൾ. അവളെ തൊട്ടിയിലേക്ക് കിടത്തി അവൾ സുഖമായി ഉറങ്ങുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം പതുക്കെ കട്ടിലിനോരം ചേർന്നവൾ. ഒരിക്കലും മനസ്സറിഞ്ഞുറങ്ങാൻ ആയിരുന്നില്ല. എപ്പോൾ വേണമെങ്കിലും അവൾക്ക് വേണ്ടി എഴുന്നേൽക്കണം എന്ന ഉത്തമ ബോധ്യം മനസ്സിൽ പറഞ്ഞുറപ്പിച്ചുകൊണ്ട് പതിയെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ തൻ്റെ മാരടങ്ങളെ പരതുന്ന കൈ അടയാൻ പോയ അവളുടെ മിഴികളെ വീണ്ടും പിടിച്ചുയർത്തി. ഉറങ്ങിയില്ലേ? അവളുടെ ആ ചോദ്യം അവനോടാണ്. ഇല്ല. ഉത്തരം നൽകുന്നതിനൊപ്പം മാരടങ്ങളെ പതിയെ ഞെരുക്കുമ്പോൾ ആ കയ്യിൽ പിടിച്ചവൾ. വേദനയെ പ്രതിരോധിക്കാനായിരുന്നു അതെന്നുള്ള സത്യം അവളിൽ അലിയുമ്പോൾ അവൻ്റെ ദേഷ്യം വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നു. കുഞ്ഞുണ്ടായി എന്ന് കരുതി ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിഷേധിക്കണമെന്ന് നിന്റെ അമ്മയാണോ ചൊല്ലിത്തന്ന് വിട്ടത്? ആ വാക്കുകൾക്ക് പ്രത്യേകിച്ചൊരു അതിശയവും തോന്നിയില്ല. കയറി വന്ന നാൾ മുതൽ കേൾക്കുന്നതാണ്. ഭർത്താവിൻ്റെ വാക്കുകൾ നിഷേധിച്ച ആദ്യം ചോദിക്കുന്ന ചോദ്യം നിന്റെ അമ്മ പഠിപ്പിച്ചതാണോ? ഒന്ന് എഴുന്നേൽക്കാൻ താമസിച്ചാൽ വരുന്ന ചോദ്യം അമ്മ പറഞ്ഞു തന്നില്ലേ ഇതൊന്നും? തൊട്ടതിനും പിടിച്ചതിനും പെണ്ണും അവളുടെ അമ്മയും മാത്രം കുറ്റമേറ്റു വാങ്ങുമ്പോൾ ആണും അവൻ്റെ അമ്മയും തിരിച്ച് ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിൽ തെറ്റുകൾ ചെയ്തു കൂട്ടുന്നു. കാലങ്ങളായി നടന്നു വരുന്നതിന് ഒരിടത്ത് മാറ്റം വന്നാൽ വേറെ 10 ഇടത്ത് അതിൻ്റെ 10 മടങ്ങ് ശക്തി ആർജിച്ചതാണ്. കേട്ടതിന് മറുത്തൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ പറയും മുൻപേ തന്നെ അയാളുടെ കാമം നുണയാൻ കൊതിക്കുന്ന ചുണ്ടുകൾ അവരുടെ മുലഞ്ഞെട്ടുകളിൽ അമർന്നു കഴിഞ്ഞിരുന്നു. 4 മാസം കൊണ്ട് ഒരു കുഞ്ഞു വയറിൻ്റെ വിശപ്പ് ശമിപ്പിക്കുന്ന അവരുടെ മാറിടങ്ങൾ അവൻ്റെ ഉമിനീരിൻ്റെ ചൂട് കാമമായിരുന്നില്ല പകർന്നു കൊടുത്തത്. പകരം വിണ്ടുകേറിയ മുലഞ്ഞെട്ടുകൾ അവളിൽ വേദനയുടെ സീൽക്കാരമാണ് സൃഷ്ടിച്ചത്. പക്ഷേ ആ വേദനയുടെ സീൽക്കാര ശബ്ദം അവനിൽ ഉണർത്തിയത് കാമത്തിൻ്റെ പരമോന്നതയിൽ എത്തി നിൽക്കുന്ന അവൻ്റെ പുരുഷത്വത്തെ ആയിരുന്നു. 4 മാസം മുൻപ് അവൻ്റെ രക്തത്തെ ജീവനും തുടുപ്പുമുള്ള ഒരു കുഞ്ഞായി പുറത്തേക്ക് തള്ളിയ ആ മാംസളത്തെ അവൻ മറന്നു കഴിഞ്ഞിരുന്നു. അതിന്ന് അവന് കാമം ശമിപ്പിക്കാനുള്ള വെറുമൊരു അവയവം മാത്രമാകുമ്പോൾ 4 മാസം മുൻപ് ആടിയുലഞ്ഞ അവരുടെ അരക്കെട്ടുകളെ അവനിലെ വികാരം ഒരു ദേയമില്ലാതെ വീണ്ടും വീണ്ടും ഇളക്കി മറിച്ചു. ശവം അണച്ചുകൊണ്ട് അവളിലേക്ക് വീഴുന്ന നിമിഷം അവൻ്റെ ശബ്ദമുയർന്നു. ശവം പോലെ കിടക്കാൻ മാത്രം അറിയാം. ഇങ്ങനെ ആർക്കോ വേണ്ടി കിടന്നു തരേണ്ട ആവശ്യമില്ല. അവളിലേക്ക് കാമം മുഴുവൻ പെയ്തിറക്കി കഴിഞ്ഞ് അവൻ്റെ വാക്കുകൾ ചെവിയോരം ചേരുമ്പോൾ കണ്ണുകൾ മുറുകെ അടച്ചവൾ. താനൊരു ശവമല്ല, മജ്ജയും മാംസവുമുള്ള പെണ്ണാണെന്ന് വിളിച്ചു പറയാൻ തോന്നി. പക്ഷെ ആ നിമിഷം കുറ്റപ്പെടുത്തലുകൾ തനിക്ക് ജന്മം നൽകിയവരിലേക്ക് നീളുമെന്നുറപ്പുള്ളത് കൊണ്ട് മറുത്തൊന്നും പറഞ്ഞില്ല. ബാത്റൂമിൽ കയറി ദേഹം ശുദ്ധിയാക്കുമ്പോൾ മാരടത്തിൽ മെല്ലെ ഒന്ന് പിടിച്ചവൾ. ആ വേദനയിൽ എരിവ് വലിച്ചു വിടുമ്പോൾ ഉറക്കെ കരയാൻ തോന്നി. പക്ഷെ ഭ്രാന്തി എന്ന് മുദ്ര കുത്താൻ അധികം സമയം വേണ്ടിവരില്ല എന്നറിയാവുന്നതുകൊണ്ട് ഹൃദയത്തിൻ്റെ വേദനയും ശരീരത്തിൻ്റെ വേദനയും കടിച്ചമർത്തിയവൾ. തിരികെ വരുമ്പോൾ അയാൾ ഉറക്കം പിടിച്ചിരുന്നു. ഒരു ഉറക്കത്തിന് ശേഷം ഇടവേള പോലെ ആസ്വദിച്ചതിനെ മനസ്സുകൊണ്ട് നുണഞ്ഞുള്ള ഉറക്കം. അവൾ വീണ്ടും ക്ലോക്കിലേക്ക് നോക്കി. സമയം 3:30. ഒന്ന് ഉറങ്ങാൻ കുതിച്ച സമയം കടന്നു പോയിരിക്കുന്നു. മെല്ലെ കട്ടിലേക്കിരിക്കുമ്പോൾ അച്ഛന് ശേഷം കുഞ്ഞിൻ്റെ ഊഴമെത്തി. കുടിച്ചതൊക്കെ മൂത്രമായി പോയതുകൊണ്ട് വിശപ്പിൻ്റെ ഉൾവിളി കൊണ്ട് ഉറക്കെ ഉറക്കെ കരയുന്നവൾ. അവളിലെ മൂത്രത്തിൻ്റെ ചൂട് പറ്റിയ തുണി മാറ്റാനുള്ള സാവകാശം പോലും തരാതെ ഉറക്കെ കരയുന്നവൾ. നാശം,
മനുഷ്യനെ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. നീ എന്ത് നോക്കിയിരിക്കുക? കുഞ്ഞിന് പാല് കൊടുക്കാൻ നോക്ക്. ചെവിയിലേക്ക് തലയിണ പൊത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ നഷ്ടമാകുന്ന ഉറക്കത്തെ പഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായിലേക്ക് മുലഞ്ഞിട്ട് തിരികെ വയ്ക്കുന്നവളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞു. മണിക്കൂറുകൾ പിന്നെയും പോകുമ്പോൾ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിൽ തല ചേർത്തിരുന്നുറങ്ങിയവൾ ഞെട്ടലോടെ ചുറ്റും നോക്കി. മരുമകൾ ഇതുവരെയും എഴുന്നേറ്റ് ചെല്ലാത്ത പ്രതിഷേധം പാത്രങ്ങൾ കൊണ്ട് പുറത്തെ അടുക്കളയിൽ അമ്മ തീർക്കുന്നതായിരുന്നു അത്. ആ ശബ്ദം അകത്തേക്ക് വരുമ്പോൾ അവളുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീണ്ടു. സമയം തെറ്റാതെ ക്ലോക്കിൽ സമയം 6 മണി. വീണ്ടും വീണ്ടും പാത്രങ്ങൾ ശബ്ദമുണ്ടാക്കുമ്പോൾ അയാൾ തല മെല്ലെ ഉയർത്തി. നിനക്ക് കേൾക്കാൻ വയ്യേ പാത്രത്തിൻ്റെ ശബ്ദം? അമ്മ ഒറ്റയ്ക്കാണ് അടുക്കളയിൽ, എഴുന്നേറ്റ് പോകാൻ നോക്ക്. നേരം വെളുക്കും വരെ കിടന്നോണം. പാത്രത്തിൻ്റെ ശബ്ദം കാതുകളിൽ അലോസരം സൃഷ്ടിച്ചപ്പോൾ അവളിലെ മരുമോളെ ഉണർത്താനായി അയാൾ തലയുയർത്തി. ലക്ഷ്മി, ഇതിവിടെ നടക്കില്ല. സുരേഷിന് നേരത്തും കാലത്തും ഓഫീസിൽ പോകേണ്ടതാ. വെളുപ്പിനെ എഴുന്നേറ്റ് ആഹാരമൊന്നും വയ്ക്കാൻ എനിക്ക് കഴിയില്ല. നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലല്ലോ. ആ കുഞ്ഞിൻ്റെ പിറകെയുള്ള ഇരിപ്പല്ല 24 മണിക്കൂറും. എന്നിട്ട് പറയുന്നത് ക്ഷീണമാണെന്ന്. അതെങ്ങനാ? ബാക്കിയുള്ളവർ ഉണ്ടല്ലോ ഇവിടെ വേലക്കാരിയെ പോലെ പണിയെടുക്കാൻ. അയാൾക്ക് മാത്രമുള്ള ചായ അവളുടെ നേരെ നീട്ടുമ്പോൾ അവളുടെ കണ്ണുകൾ അവരിലേക്ക് നീണ്ടു. പാല് കുറവായിരുന്നു ഇന്നലെ. ഉറ ഒഴിച്ച് രാവിലെ അവന് ചമ്മന്തിയുടെ കൂടെ ഇച്ചിരി തൈരെങ്കിലും കൊടുത്തു വിടേണ്ടേ? നീ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കേ. ഹാ, എൻ്റെ മോൻ്റെ വിധി. അല്ലാതെ എന്തു പറയാൻ? എൻ്റെ കാലം കഴിഞ്ഞാൽ അവൻ്റെ ജന്മം പോയി. തുള്ളി വെള്ളം കൊടുക്കാൻ അവളെ പ്രതീക്ഷിക്കണ്ട. മോനു വേണ്ടി ഒരു ചായ ഇടേണ്ടി വന്നത് മരുമോളുടെ കുറവായി കണ്ട് ആ അമ്മ പലതും വിളിച്ചു പറയുമ്പോൾ പ്രതികരിക്കാൻ ആവാത്ത മജ്ജയും മാംസവും കരഞ്ഞ പെണ്ണായി തീർന്നിരുന്നു അവൾ. തൻ്റെടി വളർത്തി വെച്ച തള്ളയുടെ കോണം, അല്ലാതെ എന്തു പറയാൻ? ഥോ, ഒരു കൊച്ചുണ്ടായി എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ കാണിച്ചു കൂടുന്നത് ഇങ്ങനെയൊക്കെ ആണോ? എൻ്റെ കുടുംബത്തിലെങ്ങും കണ്ടിട്ടില്ല ഇതുപോലെ ഒരെണ്ണത്തെ. കൊച്ചിനെ നോക്കിയിരിക്കുന്നതാണോ വലിയ ജോലി? ഹാ, അവളെ എൻ്റെ മോൻ ഉറക്കത്തില്ലെന്ന് പറഞ്ഞത് കേട്ടില്ലേ? അവന് കാമം തീർക്കാൻ 100 പെൺപിള്ളേരെ കിട്ടും. ഈ അപ്സരസിൻ്റെ പുറകെ ഇനി അവൻ വരില്ല. കാലങ്ങൾക്കിപ്പുറം ആ കോടതി വരാന്തയിൽ അവരുടെ കൈപിടിച്ച് തലകുനിച്ചിരിക്കുമ്പോൾ അവർക്ക് മുന്നിലൂടെ പോയ സ്ത്രീയുടെ പരിഹാസ വാക്കുകൾ കൂരമ്പ് പോലെ അയാളെ ചുട്ടുപൊള്ളിച്ചു. സുരേഷേട്ടാ മോള്. അവരുടെ നനുത്ത സ്പർശം വിരലിൽ പതിക്കുമ്പോൾ വിറയ്ക്കുന്ന കണ്ണുകൾ മെല്ലെ ഉയർത്തി അയാൾ. അന്ന് അമ്മയുടെ ഉറക്കം കെടുത്തിയവൾ ഇന്ന് അതുപോലെ ഒരു കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ച് കോടതിക്ക് അകത്തു നിന്നും പുറത്തേക്ക് വരുന്നു. കൂടെ വക്കീലും. ഡിവോഴ്സ് സാങ്ഷൻ ആയിട്ടുണ്ട്. പേപ്പറും പുറകെ കിട്ടും. അപ്പോൾ ശരി. വക്കീൽ അയാളുടെ ജോലി ഭംഗിയായി പൂർത്തീകരിച്ച് മുൻപോട്ട് പോകുമ്പോൾ അയാളുടെ കണ്ണുകൾ ആ മകളിൽ ചെന്നു നിന്നു. മോളെ. ഒരു വിളി ശബ്ദമൊന്ന് നേർത്തു വന്നു. എനിക്കൊന്ന് ഉറങ്ങണോ അച്ഛാ? സ്വസ്ഥമായി ഉറങ്ങി തീർക്കണം. കൈക്കുഞ്ഞുമായി അയാളുടെ നെഞ്ചിലേക്ക് അവൾ ചായുമ്പോൾ കണ്ണുനീർ അടക്കിപ്പിടിക്കാൻ കഴിയാതെ അവളെ ചേർത്ത് നിർത്തുമ്പോൾ ആ വിടുനീർ അവളുടെ മൂർധാവിനെ നനച്ചുകൊണ്ട് താഴേക്കിറങ്ങി. ആ നിമിഷം കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിയാൻ ഒരുങ്ങിയ ലക്ഷ്മിയുടെ ഇടത്തെ കയ്യിൽ പിടിച്ചു നിർത്തിയ അയാൾ കണ്ണുകൾ അവളിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യം പോലെ പുരുക്കമുയർത്തി അവൾ. മാപ്പ്. 20 വർഷങ്ങൾ അവൾ കേൾക്കാൻ കൊതിച്ച വാക്ക് ഇന്ന് തൻ്റെ മകൾ കാരണം അയാളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവളുടെ നിയന്ത്രണവും വിട്ടുപോയിരുന്നു. ആ കോടതി വരാന്തയിൽ അയാളുടെ നെഞ്ചോട് ചേരാൻ ആ ഒരു വാക്ക് മതിയായിരുന്നു അവൾക്ക്. ഇവിടെ 2 കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ ഇത് സഹിച്ചു നിന്ന ലക്ഷ്മിയെപ്പോലെ. എന്നാൽ അവളുടെ മകളുടെ സമയമായപ്പോൾ അവൾ പ്രതികരിച്ചു. ഒരു പക്ഷെ മക്കൾ പ്രതികരിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും അവർ ചെയ്തു കൂട്ടിയിരുന്ന തെറ്റുകളും അവർ സഹിച്ചതിൻ്റെയൊക്കെയും ആഴം തിരിച്ചറിയുന്നത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.